കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ സംഭവത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി കുടുംബം. പ്രാണരക്ഷാർത്ഥമാണ് യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടിയതെന്ന് ബന്ധു 24-നോട് പറഞ്ഞു. പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. മുക്കത്തെ സ്വകാര്യ ലോഡ്ജിൽ ജോലി ചെയ്തിരുന്ന യുവതി താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ലോഡ്ജുടമയും മറ്റു രണ്ടുപേരും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് താഴേക്ക് ചാടിയതെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ലോഡ്ജുടമ യുവതിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നതായി യുവതിയുടെ ബന്ധു 24-നോട് പറഞ്ഞു. ഓണറും പിന്നെ ഒരു രണ്ടുപേരും, പിന്നെ ഒരു അവിടുത്തെ സെക്യൂരിറ്റിയും പിന്നെ അവരുടെ സഹായിയും ചേർന്നിട്ട് റൂമിലേക്ക് ബലമായി തള്ളി തുറക്കുകയും അകത്ത് കയറുകയും അതുപോലെ തന്നെ മോശമായിട്ട് സംസാരിക്കുകയും പിന്നെ അതുപോലെ തന്നെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ വെപ്രാളത്തിൽ കുട്ടി ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് ചാടുകയുണ്ടായത്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ സംഭവം നടക്കുന്ന എല്ലാ അടിപിടിയും കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കുട്ടിയുടെ മൊബൈലിൻ്റെ ഓണായിരുന്നു, സ്ക്രീൻ റെക്കോർഡിംഗ് ഓണായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമറ ഓണായ സമയത്ത് മുഴുവൻ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് റെക്കോർഡ് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 ദിവസം അവറായിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ അവരെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിട്ടില്ല. അവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. സംഭവത്തിൽ ലോഡ്ജ് ഉടമ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് മുക്കം പോലീസ് കേസെടുത്തത്. ഇവർ ഒളിവിലാണെന്നും അന്വേഷണം ഊർജിതമായി നടക്കുന്നുവെന്നും പോലീസ് പറയുന്നു. 24 കോഴിക്കോട്.